സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന വ്യക്തി, ആരുടെയും അസിസ്റ്റന്റ് ഡയറക്ടറോ അസോസിയേറ്റ് ഡയറക്ടറോ എന്തിനേറെ പറയണം, ഒരു സിനിമ സെറ്റിൽ പോലും അല്ലാണ്ട് പോയിട്ടില്ല. ലോകേഷ് കനകരാജ് സിനിമ ഭയങ്കരമായി പാഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അവിയൽ എന്ന് പറഞ്ഞ് 2016 ഇറങ്ങിയത്. തൻ്റെ ബാങ്ക് ജോലിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ലോകേഷിന് ആ സമയത്ത് വളരെയധികം പ്രാരാബ്ദമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് 2016 സിനിമയുടെ പാഷനൊക്കെ കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം അങ്ങ് ചെയ്തു. ആ ഷോർട്ട് ഫിലിം എഴുതുന്ന അവിയൽ. അങ്ങനെ അടുത്ത വർഷം 2017 ലോകേഷ് മാനഗരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നത്. താരതമ്യേന എല്ലാം പുതിയ ആളുകൾ മാത്രമാണ് ആ സിനിമയിലുള്ളത്. വലിയ ബ്രഹ്മാണ്ഡമായ സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല പടത്തിൽ. പക്ഷേ ഉണ്ടായിരുന്ന ഒരു സാധനമുണ്ട്, നല്ല കിണ്ണം കാച്ചിയ സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, പിന്നെ പണി അറിയാമെന്ന് തെളിയിച്ച സംവിധായകനായിട്ട് ലോകേഷ് കനകരാജ് തമിഴ് സിനിമാ മേഖലയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത വർഷവും കൂടിയായി 2017. മാനഗരം കണ്ടവരൊക്കെ കിളി പറന്നു പോയി. തമിഴ് സിനിമാ ലോകത്ത് തന്നെ ലോകേഷിന് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടി, ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടി. തമിഴ് സിനിമയിലെ പ്രധാനപ്പെട്ട നായകരൊക്കെ തന്നെ വിളിച്ചിട്ട് ഈ ലോകേഷ് ആരാണ് എന്ന് തിരക്കാൻ തുടങ്ങി. ലോകേഷിന് നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചത് 2017-18 സമയത്താണ്. അങ്ങനെ ലോകേഷിന് ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്, മെയിൻ സ്റ്റാർ കാസ്റ്റിനെയൊക്കെ വെച്ച് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് 2019 ലോകേഷ് കൈദിയായിട്ട് വന്നത്. മാനഗരത്തിൽ ഞെട്ടിച്ച അതേ രീതിയിൽ, ഒരുപക്ഷെ അതിനേക്കാളൊക്കെ 2 പടി മുകളിൽ കൈദി ചെയ്തു വെക്കാൻ ലോകേഷ് കനകരാജിന് കഴിഞ്ഞു. കാർത്തിയുടെ അതുവരെയുള്ള ഫിലിമോഗ്രഫിയിൽ ഏറ്റവും ബ്രഹ്മാണ്ഡമായ പടം, കളക്ഷൻ വൈസ് പീക്ക് സാധനം. അതുവരെ ഉണ്ടായിരുന്ന പല ക്ലീഷേ ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത് സിനിമയും കൂടിയായിരുന്നു കൈദി. പല റെട്രോ മ്യൂസിക്സ് ഒക്കെ ആഡ് ചെയ്യുന്നതിൽ ലോകേഷ് ഭയങ്കരമായിട്ട് ചെയ്തു. മാനഗരത്തിലുണ്ടായിരുന്നു, അത് കൈദിയിൽ റിപ്പീറ്റ് ചെയ്തപ്പോഴേക്കും കുറച്ചുകൂടി ഓഡിയൻസിലേക്ക് അത് മാറി, കിടിലമായി മാറി. ഒരുപക്ഷെ ഒരു പ്രിസണറിന്റെ കഥ, അതായത് ഒരു ജയിൽ പുള്ളിയുടെ കഥ ഗംഭീരമായിട്ട് കണ്ടു ഒരൊറ്റ രാത്രിയിൽ നടക്കുന്ന കഥയായിരുന്നു കൈദി. മാനഗരത്തിലും അതുപോലെ തന്നെയായിരുന്നു, ഒരു ദിവസം നടക്കുന്ന കഥ. എങ്കിൽ കൈദിയിൽ ഒരു രാത്രി നടക്കുന്ന കഥ. ഭയങ്കരമായി ഇമോഷണലി പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന പടം. നരേൻ്റെ റോളായിക്കോട്ടെ, കാർത്തിയുടെ റോളായിക്കോട്ടെ, എല്ലാം കിടിലം. സ്റ്റണ്ടൊക്കെ ഗംഭീരം. അതിൽ ഇംഗ്ലീഷ് റാപ്പ് സോങ്സ് എല്ലാം കിടിലം. അങ്ങനെ തിയേറ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഹുക്ക് ചെയ്യുക എന്ന് പറയുന്നില്ലേ പ്രേക്ഷകരെ, അങ്ങനെ ഹുക്ക് ചെയ്തു. നെപ്പോളിയനെ പോലെ ആളെ കൊണ്ടുവന്ന് മാസ് കാണിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ ക്ലീഷേഴ്സും ബ്രേക്ക് ചെയ്തു കൈദി എന്ന സിനിമ. ഒരുപക്ഷെ കാർത്തിയുടെ തന്നെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയായിട്ട് കൈദി മാറി. അതോടുകൂടി ലോകേഷിൻ്റെ ഗ്രാഫേ മാറി. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ കൈദിക്ക് ശേഷം ലോകേഷ് ചെയ്ത പടം വിജയുമായിട്ടുള്ള മാസ്റ്ററാണ്. കൈദി കണ്ടിട്ടല്ല മാസ്റ്ററിലേക്ക് വിജയ് വിളിക്കുന്നത്. മാനഗരം കണ്ടിട്ടാണ് വിജയ് ലോകേഷിനെ വിളിച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത്. അതായത് കൈദിയുടെ റിലീസിന് മുന്നേ തന്നെ മാസ്റ്റർ അവർ പ്ലാൻ ചെയ്തിരുന്നു, അവർ സെറ്റ് ചെയ്തിരുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ തന്നെ വിജയ് ലോകേഷുമായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഊഹിക്കാമല്ലോ, മാനഗരം അന്ന് 2017 ഉണ്ടാക്കിയ ഓളം എന്ത് മാത്രമായിരുന്നു. കാരണം ചെറിയ സ്റ്റാർ കാസ്റ്റ്, ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഈ സംവിധായകൻ എന്തോ വലിയൊരു ടാലൻ്റ് ഉണ്ടെന്ന് വിജയ് അപ്പോഴേ പറഞ്ഞു. മാസ്റ്ററിൻ്റെ ഓഡിയോ ലോഞ്ച് സമയത്ത് വിജയ് പറഞ്ഞൊരു വാചകമുണ്ട്, മാനഗരം തിരുമ്പിപ്പാക്ക വെച്ചാൽ കൈദി തിരുമ്പ പാക്ക വെച്ചാൽ എന്നതോ. അതായത് ഇങ്ങനെ റിപ്പീറ്റ് അടിപ്പിക്കാൻ കഴിയുന്നൊരു കഴിവ് ലോകേഷിൻ്റെ സിനിമകൾക്കുണ്ടായിരുന്നു എന്ന് വേണം തന്നെ പറയാൻ. കൈദിയുടെ അവസാനമാണ്, കൈദിയുടെ ക്ലൈമാക്സിൻ്റെ കഴിഞ്ഞ് ലാസ്റ്റ് ഷോട്ടിലാണ് കൈദിയുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. അപ്പോഴാണ് കൈദിക്ക് ഒരു 2ാം ഭാഗം ഉണ്ടല്ലോ എന്നൊരു ചിന്ത പോലും പ്രേക്ഷകരിലേക്ക് വന്നത്. അങ്ങനെ കൈദിയുടെ 2ാം ഭാഗത്തിന് വേണ്ടിയിട്ട് അന്ന് തുടങ്ങിയ കാത്തിരിപ്പാണ്. ഈ കൈദിക്ക് മുന്നേ തന്നെ മാസ്റ്റർ ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ LCU എന്താണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണ് എന്നത് സംബന്ധിച്ചൊന്നും പ്രേക്ഷകർക്ക് യാതൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് ലോകേഷ് എന്തായിരിക്കും വിജയെ വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരിപ്പിലായി മാസ്റ്റർ. JD എന്ന കഥാപാത്രമായിട്ടാണ് വിജയ് എത്തിയത്. കോവിഡ് സമയത്താണ് ഈ സിനിമയുടെ റിലീസ്. എനിക്ക് തോന്നുന്നു ജാനുവരി 13 2021 മാസ്റ്റർ റിലീസ് ചെയ്യുന്നത്. കോവിഡിൻ്റെ പീക്ക് ടൈം, തിയേറ്റേഴ്സ് എല്ലാം ഷട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് OTTയിൽ പോലും കൊടുത്താലോ എന്ന് പലരും ആലോചിക്കുന്ന ഘട്ടത്തിൽ തിയേറ്റർ ഓണേഴ്സിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് വിജയ് OTT ഡീലുകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് തിയേറ്റേഴ്സിലേക്ക് തന്നെ ഈ സിനിമ ഇറക്കുമെന്ന് അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. 50% ഒക്കുപ്പൻസിയിലാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സേവിയർ ബ്രിട്ടോയും ലളിത് കുമാറിൻ്റെ 7 സ്ക്രീനും ഒക്കെ ചേർന്നാണ് മാസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ തിയേറ്ററുകളിലേക്ക് വന്നപ്പോൾ 50% ഒക്കുപ്പൻസിയിൽ വന്ന ആ പടം വിജയ് ആരാധകർ ഒന്നടങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അതായത് വിജയുടെ ഫാൻ പവർ എന്താണ്, വിജയ്ക്ക് തിയേറ്ററിൽ എത്രമാത്രം ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും എന്നതിൻ്റെ പീക്ക് ലെവൽ എക്സ്പെക്റ്റേഷനും അതിൻ്റെ സാറ്റിസ്ഫാക്ഷനും കൂടിയായിരുന്നു മാസ്റ്റർ തിയേറ്ററിൽ കണ്ടത്. ഒരുപക്ഷെ വിജയുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫിലിം, ഫൈനസ്റ്റ് കഥാപാത്രം എന്ന് തന്നെ മാസ്റ്ററിനെ വിളിക്കാം. അന്ന് ഈ സിനിമ കണ്ടവർക്ക് 2 അഭിപ്രായമൊക്കെ പലർക്കും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് അതിൻ്റെ റിപ്പീറ്റ് വാച്ച് എന്ന് മാത്രമാണെന്ന് എടുത്തു പറയണം. മാത്രമല്ല ലോകേഷ് അപ്പോൾ മുതൽ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, ഞാനൊരു ഡൈ ഹാർഡ് കമൽഹാസൻ ഫാനാണ്. കമൽഹാസനെ വെച്ച് എന്തെങ്കിലും സിനിമ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടുത്ത ചവിട്ടുപടി കൂടിയായിരുന്നു മാസ്റ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. JD എന്ന കഥാപാത്രമായിക്കോട്ടെ, ആ സിനിമയുടെ കഥ, അതിൻ്റെ ഇമോഷണൽ റൈഡ് എല്ലാം കൊണ്ടും പ്രേക്ഷകർക്ക് കണക്റ്റായി എന്ന് വേണം തന്നെ വിളിക്കാൻ. ഒരു
ഒരു 50% ലോകേഷ്, 50% വിജയ് പടം എന്നതായിരുന്നു ആ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത്. അതായത് വിജയ്ക്ക് വേണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ലോകേഷ് പറയുന്നുണ്ടെങ്കിൽ പോലും വിജയുടെ ഒരു പുതിയ സ്റ്റൈൽ ഓഫ് മാനറിസംസ്, ഒരു പുതിയ രീതിയിലേക്ക് വിജയ് എന്ന നടനെ പ്രസൻറ്റ് ചെയ്യാൻ ലോകേഷിന് സാധിച്ചു എന്നത് വേണം തന്നെ പറയാൻ. സിനിമയിൽ മാളവിക മോഹനായിരുന്നു നായികയെ എത്തിയത്. ഈ സിനിമയ്ക്കും അത്യാവശ്യം, പ്രത്യേകിച്ച് ആ കോവിഡ് സമയത്ത് തിയേറ്റർ ഓണേഴ്സിനെ രക്ഷിക്കാൻ കഴിഞ്ഞ ഒരു സിനിമയും കൂടിയായിട്ട് മാസ്റ്റർ മാറി. ലോകേഷിൻ്റെ കരിയറിൽ ഒരു പൊന്തൂവലായിട്ട് മാറി. ഇതിൻ്റെ ഓഡിയോ ലോഞ്ചൊക്കെ വളരെ ക്ലോസ്ഡ് ആയിട്ടൊരു സ്ഥലത്താണ് നടത്തിയിരുന്നത്. വിജയ് സേതുപതി, അർജുൻ ദാസ് ഒക്കെ ആയിരുന്നു ഈ പടത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ശാന്തനും ഉണ്ടായിരുന്നു പടത്തിൽ, ഗൗരി കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു ഈ പടത്തിൽ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റാർ കാസ്റ്റിനെ വെച്ച് ചെയ്തെടുത്ത പടം ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് വിജയ് ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന രീതിയിലേക്കും ഈ സിനിമ മാറി. ഒരു ഡ്രങ്കാർഡായിട്ട്, ഒരു മുഴുക്കുടിയനായിട്ട്, ഒരു കോളേജ് പ്രൊഫസറായിട്ട് വിജയ് എത്തി. അത് ഗംഭീരമായിട്ട് തന്നെ പ്രേക്ഷകർക്ക് വർക്കായി. ഈ കുട്ടി സ്റ്റോറി എന്ന പാട്ടൊക്കെ തരംഗമായി മാറുകയായിരുന്നു യൂട്യൂബിൽ ആ സമയത്ത്. അങ്ങനെ കൈതി കഴിഞ്ഞു, മാസ്റ്റർ കഴിഞ്ഞു, മാനഗരം അവിടെ ഇരിക്കട്ടെ. 2 സ്റ്റാർസിനെ വെച്ച്, കാർത്തിയും വെച്ചും വിജയും വെച്ചും പീക്ക് ലെവൽ സാധനം ചെയ്യാൻ അപ്പോൾ ലോകേഷിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം, അതായത് കമൽ ഹാസനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാമെന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നേരെ ചെല്ലുകയായിരുന്നു ലോകേഷ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതായത് വിക്രം എന്ന സിനിമ ആ സമയത്ത് കമൽ ഹാസനൊക്കെ ഒട്ടി പണ്ടാടങ്ങിയിരിക്കുന്ന സമയമാണ്. അതായത് കമൽ ഹാസന് ഒരു തരത്തിലുമുള്ള ക്രൗഡില്ല, തിയേറ്ററുകളിലേക്ക് ആൾ വരുമെന്ന് അറിയത്തില്ല, ഇറക്കിയ സിനിമകളെല്ലാം തന്നെ പരാജയമായി മാറി, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റായി പോകുന്നു, രാഷ്ട്രീയത്തിൽ ഉള്ള പ്രതിസന്ധികൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു തരത്തിലും രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ പോലൊരു പ്രൊഡക്ഷൻ കമ്പനി ഗതികെട്ട കടങ്കേറിയ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് വിക്രം 2022 വരുന്നത്. തൻ്റെ ഫാൻ ബോയെ വിശ്വസിച്ചുകൊണ്ട് കമൽഹാസൻ ചെയ്തെടുത്ത സിനിമയാണ് വിക്രം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കമൽഹാസൻ പടം അല്ലെങ്കിൽ പോലും അതൊരു കമൽഹാസൻ പടമാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ ലോകേഷിന് സാധിച്ചു എന്നതാണ് ലോകേഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, ക്യാമിയോ വേഷത്തിൽ സൂര്യ, അങ്ങനെ ഈ സിനിമയ്ക്ക് അപ്പം തന്നെ വലിയ ഹൈപ്പാണ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മുതൽ തന്നെ വലിയ ഹൈപ്പ്. ഈ വിക്രത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് സമയം ഉണ്ടായിരുന്നു, വിക്രത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ ഉണ്ടായിരുന്നു, അത് യൂട്യൂബിൽ തരംഗം. അതായത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്ന് ഇന്ന് വരെ തമിഴ് സിനിമയിൽ അങ്ങനൊരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോയെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയും കൂടെ കൊണ്ടുവന്ന് ഹൈപ്പൊക്കെ കൊടുമുടിയിലേക്ക് കയറ്റാൻ ലോകേഷിന് സാധിച്ചു എന്നത് വേണം തന്നെ പറയാൻ. അങ്ങനെ ആ വിക്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് കഴിയാൻ വേണ്ടി ആരാധകരെ കാത്തിരുന്ന് അവസാനം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി. തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയത്താവട്ടെ ആ ഹൈപ്പ് എത്രമാത്രം ഉണ്ടായിരുന്നോ അതിനേക്കാൾ മുകളിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു എന്നത് വേണം തന്നെ പറയാം. ഇനി ഇൻ്റർവെൽ ബ്ലോക്ക് ആയിക്കോട്ടെ, ക്ലൈമാക്സിൽ സൂര്യ 5 മിനിറ്റ് റോളക്സ് എന്ന കഥാപാത്രമായിട്ട് വരുന്നതായിക്കോട്ടെ, എല്ലാം കൊണ്ടും അതിഗംഭീരം. ഈ തിയേറ്ററിലേക്ക് വരുന്നതിന് തലേ ദിവസം ലോകേഷ് സോഷ്യൽ മീഡിയ കത്തിക്കുന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻ്റ് അങ്ങ് നടത്തി. അതായത് നിങ്ങൾ കൈതി സിനിമ കണ്ടതിന് ശേഷം മാത്രം വിക്രം കാണാൻ വേണ്ടി വരിക എന്നതായി. ഒരുപക്ഷെ തമിഴ് സിനിമാ ലോകത്ത് ഇതെന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയൊന്നും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലല്ലോ. ഒരു സിനിമ കാണുന്നതിന് മുമ്പ് വേറൊരു സിനിമയായിട്ട് കണ്ടിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ സാധാരണയായിട്ട് എൻ്റെ 2ാം ഭാഗമായിരിക്കണം. അങ്ങനെ ഒരു 2ാം ഭാഗമൊന്നും ഇല്ലാതെ ഒരു യൂണിവേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അന്ന് തുടങ്ങിയ ആ എക്സ്പെക്റ്റേഷൻ, അന്ന് രാത്രി തന്നെ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് കൈതി ഇരുന്ന് കാണുന്നു. വീണ്ടും രോമാഞ്ചം അടിച്ചാണ് അടുത്ത ദിവസം വിക്രം കാണാൻ വേണ്ടി പോകുന്നത്. വിക്രം കാണാൻ വേണ്ടി പോയപ്പോഴേക്കും പീക്ക് ലെവൽ. അതായത് കാർത്തി ദില്ലി എന്ന കഥാപാത്രമാണ് കൈതിയിൽ ചെയ്തു വെച്ചത്. ആ ദില്ലിയുടെ റെഫറൻസ് പോയിന്റ്, ദില്ലിയുടെ മകളുടെ കഥാപാത്രമൊക്കെ വന്ന സമയത്ത് തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഇറപ്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത്ര ഹൈപ്പ്, ബ്രഹ്മാണ്ഡ ഹൈപ്പ്. സൂര്യ അപ്പോഴും ഈ സിനിമയിൽ ഉണ്ടായിരിക്കുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാനം സൂര്യയുടെ എൻട്രിയും കൂടി ആയപ്പോഴേക്കും തിയേറ്റർ അങ്ങ് കത്തുകയായിരുന്നു. അവസാനം സൂര്യ വേഴ്സസ് കമൽഹാസൻ എന്നൊരു ഫേസ് ഓഫും കൂടെ വന്നപ്പോഴേക്കും അന്ന് തമിഴ് സിനിമാ ലോകം വിക്രം ഒരു 100 ദിവസമാണ് ഓടി. ഓർക്കണം, കോവിഡൊക്കെ വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ തിയേറ്ററുകളിൽ ഒരു 20 ദിവസവും 25 ദിവസവും പോലും തികച്ചോടാതിരുന്ന സമയത്താണ് വിക്രം 100 ദിവസം തിയേറ്ററുകളിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്രമാത്രം പ്രേക്ഷകർക്ക് കണക്റ്റായ ഒരു സിനിമയും കൂടിയായി വിക്രം മാറി. ലോകേഷിൻ്റെ കരിയർ ഗ്രാഫ് എങ്ങോട്ടോ പോയി. അതായത് നമുക്കിവിടെ ഗ്രാഫിലൊന്നും എഴുതി വെക്കാൻ പറ്റാത്ത രീതിയിൽ മാത്രം അങ്ങ് പോയി ലോകേഷിൻ്റെ കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ ഫാൻ ബോയിനെ നിരാശപ്പെടുത്താതെ തന്നെ എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് ആ സിനിമയ്ക്ക് ഒരുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് പടം കണ്ടിറങ്ങുന്നവരാരും സൂര്യയുടെ കഥാപാത്രത്തെ മറക്കൂല. ഇന്നും സൂര്യയുടെ റോളക്സിൻ്റെ കഥാപാത്രം എപ്പോൾ വരുമെന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ അമർ എന്ന കഥാപാത്രമായിട്ടാണ് ഫഹദ് എത്തിയത്, സന്തനം എന്ന കഥാപാത്രമായിട്ടാണ് വിജയ് സേതുപതി എത്തിയത്. എല്ലാവർക്കും അവരവരുടേതായ ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടർ ആർക്ക് എല്ലാം കൊടുക്കാൻ ലോകേഷിന് സാധിച്ചു. അതോടൊപ്പം തന്നെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സിനിമാ നടനായ കമൽഹാസനെ രക്ഷപ്പെടുത്താനും സാധിച്ചു ലോകേഷിന് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് കമൽഹാസൻ ഈ സിനിമയുടെ ജൈജാൻറ്റിക് സക്സസിന് ശേഷം RKF എന്ന പ്രൊഡക്ഷൻ കമ്പനി, രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ
ഒരു വലിയ ലാഭത്തിലേക്ക് പോയി. RKFI ഇപ്പോൾ സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് ലോകേഷ് കനകരാജാണ്, അത് വിക്രവും തന്നെയാണെന്ന് എടുത്തു പറയണം. അങ്ങനെ RKFI അതിഗംഭീരമായ കളക്ഷനിൽ പോയി. കമൽഹാസൻ സ്നേഹസമ്മാനമായിട്ട് ലെക്സസ് കാർ സംവിധായകനായ ലോകേഷിന് കൈമാറി. അത്രമാത്രം ബോണ്ടിങ് കമൽഹാസനും ലോകേഷ് കനകരാജും ഈ സിനിമയ്ക്ക് ശേഷം ഉണ്ടായി എന്ന് വേണം തന്നെ പറയാം. കമൽ ആരാധകർ എല്ലാവരും വീണ്ടും തിരികെ വന്നു, എല്ലാവരും ആർത്തുല്ലസിക്കാൻ തുടങ്ങി. കമലിനെ തിരിച്ചു കിട്ടിയ സന്തോഷം ഉണ്ടായി. ആ സിനിമ റിപ്പീറ്റ് വാച്ച് അടിച്ച് തിയേറ്ററിൽ പോയി കണ്ട ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോഴാവട്ടെ രജനീകാന്ത് അണ്ണാത്തയൊക്കെ ചെയ്ത് ഫ്ലോപ്പായി നിൽക്കുന്ന സമയത്ത്, അണ്ണാത്തയ്ക്ക് മുമ്പ് 2019 പേട്ട കാർത്തിക് സുബ്ബരാജ് ഇതുപോലെ ഒരു ഫാൻ ബോയ് സംഭവം ചെയ്തു കൊടുത്തെങ്കിൽ പോലും അതിനൊരു കണ്ടിന്യൂസ് കൊണ്ടുപോകാൻ രജനീകാന്തിന് സാധിച്ചില്ല. പല പല തെറ്റായ ഡിസിഷൻസ് ഒക്കെ എടുത്ത് തെറ്റായ സിനിമകളൊക്കെ ചെയ്ത് രജനി വീണ്ടും കരിയറിൽ ഡൗൺ ആയി നിൽക്കുന്ന സമയത്താണ് കമൽ മറുഭാഗത്ത് ഇങ്ങനെ വീണ്ടും പീക്കായി വരാൻ തുടങ്ങിയത്. പക്ഷേ കമൽ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മണിരത്നമായിട്ട് തഗ് ലൈഫ് ഒക്കെ ചെയ്ത് തിയേറ്ററിൽ വലിയ പരാജയമായിട്ടങ്ങ് മാറി. പക്ഷേ ഈ രണ്ട് ഫാൻ ബോയ്സ് ഈ രണ്ട് ഐഡൽസിന് കൊടുത്ത സിനിമകൾ ഇന്നും തമിഴ് സിനിമയിൽ ഏറ്റവും പീക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വിക്രം കഴിഞ്ഞിട്ട് എന്ത് പടം, ഏത് പടം, ആരുമായിട്ട് പടം എന്നുള്ളതായ അടുത്ത ചർച്ചകൾ. ലോകേഷ് ഇനി ആരെ വെച്ചാണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള ചോദ്യങ്ങൾ വരെ വരാൻ തുടങ്ങി. ഒരുപക്ഷെ അന്ന് വരെ ഒരു സിനിമയ്ക്ക് റിലീസിന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഹൈപ്പ് ഒരു സംവിധായകന് കിട്ടാൻ തുടങ്ങി എന്ന് വേണം തന്നെ പറയാൻ. ഇപ്പോൾ ശങ്കറും AR മുരുകദോസും ഒക്കെ വന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് അല്ല. പക്ഷെ ലോകേഷിന് കിട്ടിയ ഏറ്റവും വലിയ ഹൈ എന്ന് പറഞ്ഞാൽ ഓരോ സിനിമകൾക്ക് ഓരോ അപ്ഡേറ്റ്, ലോകേഷിൻ്റെ ഓരോ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന പൊതുസമൂഹത്തെ കാണാൻ സാധിച്ചു. ലോകേഷൊക്കെ ഒരു ദൈവം, ഒരു ഗോഡ് ഡയറക്ടറായിട്ട് തമിഴ് സിനിമ ലോകം മാറ്റി എന്നുള്ളതാണ്. ഇനി അടുത്ത ലോകേഷ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ആരെ വെച്ചാണ് സിനിമ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വന്ന് നിൽക്കുമ്പോഴാണ് 2023 ലിയോ എന്ന സിനിമയുടെ അനൗൺസ്മെൻറ്റ് വരുന്നത്. അതായത് ലിയോയുടെ ഇതുപോലെ വിക്രം എങ്ങനെയാണോ ഒരു ടൈറ്റിൽ വീഡിയോ കൊണ്ടുവന്ന് ഒരു ഓളം ഉണ്ടാക്കിയത്, അതുപോലെ ബ്ലഡി സ്വീറ്റ് എന്ന് പറഞ്ഞ് വിജയെ വെച്ചൊരു ടൈറ്റിൽ വീഡിയോ അങ്ങ് ഇറക്കി വിട്ടു. അതായത് അതിനകത്ത് എല്ലാം നട്ടലെന്ന് നമുക്ക് പറയാനുള്ളത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൂടിയാണ്. ഒരു ഇംഗ്ലീഷ് ഫ്ലേവറിലൊക്കെ കൊണ്ടുവന്നൊരു കിണ്ണം കാച്ചിയ സാധനം. ഒരുപക്ഷെ വിജയ് ആരാധകരൊക്കെ തന്നെ ഹൈപ്പിൻ്റെ കൊടുമുടിയിലേക്ക് കയറി. ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഇതിൻ്റെ വീഡിയോ പുറത്തു വരുന്നത്. ഈ ടൈറ്റിൽ വീഡിയോ പുറത്തു വന്നിട്ട് ഒരു ഒക്ടോബർ 19 ഈ സിനിമ റിലീസ് ചെയ്യാമെന്ന് അപ്പം തന്നെ അനൗൺസ് ചെയ്യാം. അതായത് ടൈറ്റിൽ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ റിലീസ് ഡേറ്റും കൂടെ അവർ പുറത്തു വിട്ടു. അതാണ് ഈ പറയുന്ന ഇത്രയധികം ഹൈപ്പ് എന്ന് വേണം പറയാം. കാരണം ഇനി ആ റിലീസ് ഡേറ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായ ആളുകൾ ആരൊക്കെ ഈ പടത്തിൽ വരാൻ പോകുന്നു നോക്കിയപ്പോൾ ബ്രഹ്മാണ്ഡ സ്റ്റാർ കാസ്റ്റ്. മലയാളത്തിൽ നിന്ന് മാത്യു തോമസിനെ കൊണ്ടുപോകുന്നു, തമിഴിൽ നിന്ന് തൃഷ നായികയെ എത്തുന്നു, ഗൗതം മേനോൻ വരുന്നു, സഞ്ജയ് ദത്ത് വില്ലനായിട്ട് വരുന്നു, അർജുൻ ദാസ് വരുന്നു. ഈ അർജുൻ ദാസിൻ്റെ കഥാപാത്രത്തിന് വേണ്ടി നടൻ വിശാലിനെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ വിശാലിനെയൊക്കെ എന്തോ ഡേറ്റ് ഇഷ്യൂസ് കാരണം വരാൻ പറ്റിയില്ലാത്തതുകൊണ്ട് അർജുൻ സർജ, ആക്ഷൻ കിങ് അർജുനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഭയങ്കരമായ ഹൈപ്പ്. സിനിമയുടെ ഷൂട്ട് കശ്മീരിൽ. അങ്ങനെ എന്താണ് ലോകേഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്തകളിലേക്ക് ആ സമയത്ത് വന്നു. അങ്ങനെ ഒക്ടോബർ 19 കാത്തിരുന്ന ആ സിനിമ റിലീസിനെത്തിയപ്പോഴേക്കും ആ സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് വിക്രം പോലൊരു ഐറ്റം കിട്ടുമെന്നാണ്, അല്ലെങ്കിൽ മാസ്റ്റർ ലെവൽ ഒരു സാധനമെങ്കിലും കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ലിയോ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ആ മിക്സഡ് റെസ്പോൺസാണ് കിട്ടിയത്. പക്ഷേ ഇന്ന് ലിയോ കാണുമ്പോൾ വീണ്ടും റിപ്പീറ്റ് വാച്ചുള്ള ഒരു സിനിമയും വിജയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ലിയോയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹമുണ്ട്. പാർത്ഥിപൻ എന്ന കഥാപാത്രമായിട്ട് ലിയോ എന്ന കഥാപാത്രമായിട്ട് രണ്ടും വിജയ് അതിഗംഭീരമായിട്ട് ചെയ്തെന്നും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ആ സിനിമയ്ക്ക് എന്ത് റിപ്പീറ്റ് വാച്ചാണെന്ന് അറിയാം. പക്ഷേ അന്ന് തിയേറ്ററിൽ മിക്സഡ് റെസ്പോൺസ് ആണുള്ളത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ലിയോയുടെ തിയേറ്റർ റെസ്പോൺസസ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ വിജയ് ആരാധകരുടെ കാര്യമല്ല പറയുന്നത്, ന്യൂട്രൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വിജയെ വെച്ച് രണ്ടാമതൊരു സിനിമ ചെയ്യാൻ ലോകേഷിന് അവസരം കിട്ടുമ്പോഴേക്കും ലോകേഷ് ആ രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു. പക്ഷേ എന്നാൽ പോലും ലോകേഷിന് അതൊരു വലിയ വീഴ്ചയൊന്നും ആയിട്ടൊന്നും അല്ല കണക്കാക്കുന്ന. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ചിലർക്ക് ഈ VFXൻ്റെ പ്രശ്നമൊക്കെ പലരും അതിൽ സൂചിപ്പിച്ചു. പിന്നെ സ്റ്റോറിയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആളുകൾ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ലോകേഷ് അതൊന്നും തിരിച്ചടിയായില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിക്രം LCUവിൻ്റെ ഭാഗമാണ്. നമ്മൾ അതിനെപ്പറ്റിയും സ്പെഷ്യലായിട്ട് പറയണം. വിക്രം LCUവിൻ്റെ ഭാഗമാണെന്ന് വന്ന സമയത്ത് തൊട്ട് ആളുകളെല്ലാവരും LCU എന്ന് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വിക്രം LCUവിൻ്റെ ഭാഗമാണല്ലോ, കാരണം കൈദിയുടെ റെഫറൻസ് കൂടെ വന്നതിന് ശേഷം മാസ്റ്റർ ആണെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ പടമാണ്. അപ്പം വിജയും കൂടി LCUവിൻ്റെ ഭാഗമായേ പറ്റുള്ളൂ എന്നതായിരുന്നു ഈ ഹൈപ്പിൻ്റെ വേറൊരു ഭാഗം. ഇപ്പോൾ LCU ആയിരിക്കും, ലിയോ LCUവിൻ്റെ ഭാഗമാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ് എല്ലാവരും ചേർന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഈ സിനിമയിൽ LCU ഫോഴ്സ്ഡ് ആയി എന്ന് നമുക്കിപ്പോൾ സിനിമ കണ്ടാൽ മനസ്സിലായി. കാരണം ഈ സിനിമ LCU ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവസാനത്തെ ഷോട്ടിൽ കമൽഹാസനെയും കൊണ്ടുവന്നിട്ട് വിജയും കമൽഹാസനും തമ്മിലൊരു ടെലിഫോണിക് കോൺവെർസേഷനിൽ LCU കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയിലേക്ക് കൊണ്ടുവന്നു, വിച്ച് ക്രിയേറ്റഡ് അനദർ ഇമ്പാക്ട്. അത് രണ്ട് ഭാഗത്തായിട്ടാണ് പോയത്. ഒന്ന് ഫോഴ്സ്ഡ് ആയിട്ട് LCU ക്രിയേറ്റ് ചെയ്യുന്നതും ഒന്ന് ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ലോകേഷ് ചിലപ്പോൾ മനസ്സിലാക്കിയത് ഈ ലിയോ എന്ന സിനിമയുടെ റിലീസിന് ശേഷമായിരിക്കും. കാരണം
ലിയോയിൽ LCU ഫോഴ്സ്ഡ് ആയിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ്. പക്ഷെ എന്നാൽ പോലും വിജയ് ആരാധകർക്ക് സന്തോഷം ഉണ്ടായിരുന്ന കാര്യം വിജയും ഇനി LCUവിൻ്റെ ഭാഗമായിരിക്കുമല്ലോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ലിയോയുടെ ഓഡിയോ ലോഞ്ച് സമയത്ത്, ഓഡിയോ ലോഞ്ച് അല്ല, ലിയോയുടെ സക്സസ് മീറ്റിൻ്റെ സമയത്ത് വിജയോട് ചോദിച്ചിരുന്നു ലിയോ 2 ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ വിജയ് ഇല്ല എന്ന് പറഞ്ഞു. കാരണം അപ്പോഴേക്കും വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമെന്നത് വിജയ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ അവസാനത്തെ സിനിമ 2 സിനിമയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് താൻ അഭിനയ ജീവിതം നിർത്താൻ പോവാണ് എന്ന് പോലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിജയ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് LCUവിന് എങ്ങനെ മുന്നോട്ട് പോകും, വിജയ് ഇല്ലാണ്ട് LCU കണക്ട് എങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ലോകേഷിന് മറുപടി ഇല്ലാണ്ടായി. പക്ഷെ എന്നാൽ പോലും LCU എവിടെയെങ്കിലും ലോകേഷ് കൊണ്ട് എത്തിക്കുമെന്ന ചിന്തയിൽ ലോകേഷ് ആരാധകർ ലോകേഷിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ലിയോയുടെ ഈ ജൈജാൻറ്റിക് സക്സസിന് ശേഷം ഇനി കൈദി 2 എപ്പോഴാണ്, അതായിരുന്നു ചോദ്യം. ഇപ്പോൾ ഒന്നാമത് വിക്രമിന് ശേഷം കൈദി 2 എപ്പോൾ വരും എന്നുള്ള ചോദ്യങ്ങൾ വന്നു. അതിനുശേഷം ലിയോയും കൂടെ വന്നതിന് ശേഷം ഇനി കൈദി 2 ഉണ്ടാവും എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ മുതൽ തന്നെ, അതായത് വിക്രമിൻ്റെ സമയം തൊട്ട് തന്നെ ലോകേഷ് എല്ലാ അഭിമുഖങ്ങളിലും പറഞ്ഞൊരു കാര്യം എൻ്റെ അടുത്ത പടം കൈദി 2 ആണെന്നാണ്. വിക്രം ഇറങ്ങിയതിന് ശേഷവും പറഞ്ഞു എൻ്റെ അടുത്ത പടം കൈദി 2 ആണെന്ന്. അതിനുശേഷം ലിയോ ഇറങ്ങിയതിന് ശേഷവും പറഞ്ഞു എൻ്റെ അടുത്ത പടം കൈദി 2 ആണെന്ന്. പക്ഷെ അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു അനൗൺസ്മെൻറ്റ് വരുന്നത്, രജനീകാന്ത് ഇൻറ്റു ലോകേഷ് കനകരാജ് ഇൻറ്റു അനിരുദ്ധ്. അതായത് കമൽഹാസനെ വെച്ച് ഫാൻ ബോയ് ചെയ്ത പടം രജനീകാന്തിനെ വെച്ച് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളായി. അങ്ങനെയാണ് തലൈവർ 171 എന്ന കൂലി വരുന്നത്. കൂലി വന്നപ്പോഴേക്കും ബ്രഹ്മാണ്ഡമായ ഹൈപ്പ്. അതായത് ഞാൻ ഒരുപക്ഷെ ഇത്ര വലിയ ഹൈപ്പിൽ ഒരു രജനീകാന്ത് സിനിമയുടെ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ സോറി ടു സേ, ഇപ്പോൾ കൂലി ഉണ്ടാക്കിയ ഒരു റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ വിക്രമും ലിയോയ്ക്കും ഉണ്ടാക്കിയതിനെക്കാളും ഹൈപ്പ് കൂലിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് രജനീകാന്തിൻ്റെ പടത്തിന് ഇത്രയധികം ഹൈപ്പ്, അതായത് കാർത്തിക് സുബ്ബരാജ് പേട്ടയിൽ ചെയ്ത പോലെ ലോകേഷ് ഇവിടെ രജനിയെ കിട്ടുമ്പോൾ ചെയ്യാൻ പോകണം എന്തായിരിക്കും എന്നുള്ള ബ്രഹ്മാണ്ഡ ഹൈപ്പ്. സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ചർച്ചകൾ, ബഹളങ്ങൾ. ലോകേഷിൻ്റെ രജനീകാന്ത് വരാൻ പോകുന്നത് വിക്രമിന് മേളുള്ളൊരു സാധനമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ LCUവിൽ ആരൊക്കെ ഉണ്ടാവും? വിജയ്, കമൽഹാസൻ, കാർത്തി, രജനി. ഗംഭീരം. തമിഴ് സിനിമയിൽ അവസാനം അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണുന്ന പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമെന്നൊക്കെ തുടങ്ങി ദിവാസ്വപ്നം കാണാൻ തുടങ്ങി തമിഴ് സിനിമാ ലോകം. അങ്ങനെയാണ് സൺ പിക്ചേഴ്സിൻ്റെ പ്രൊഡക്ഷനിൽ കൂലി അനൗൺസ് ചെയ്യപ്പെടുന്നത്. കൂലി അനൗൺസ് ചെയ്യുമ്പോഴേക്കും സ്റ്റാർകാസ്റ്റ് ഓർക്കണം. അതായത് നിങ്ങൾ ലിയോയുടെ സ്റ്റാർകാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ഡ സ്റ്റാർകാസ്റ്റ് എങ്കിൽ കൂലിയുടേത് ബ്രഹ്മാണ്ഡ സ്റ്റാർകാസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും പ്രധാനപ്പെട്ട താരങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നു. മലയാളത്തിൽ നിന്ന് സൗബിൻ ഷാഹിർ, തെലുങ്കിൽ നിന്ന് നാഗാർജുന, ആര് കിങ് നാഗാർജുനയെ കൊണ്ടുവന്ന്, പിന്നെ അതിനുശേഷം ഹിന്ദിയിൽ നിന്ന് ആമിർ ഖാനെ കൊണ്ടുവരുന്നു, കന്നഡയിൽ നിന്ന് കിങ് ഉപേന്ദ്ര, റിയൽ സ്റ്റാർ ഉപേന്ദ്രയെ കൊണ്ടുവരികയാണ്. നായികയായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ശ്രുതി ഹാസനെ കൊണ്ടുവരുന്നു, കമൽഹാസൻ്റെ മകൾ. അങ്ങനെ ഹൈപ്പെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഷൂട്ട്, സ്റ്റില്ല് എല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാട്ടുതീ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു കൂലിയുടെ സംഭവം. ഓരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 15-ാം തീയതി കൂലി റിലീസാവാൻ പോവാണ്. അപ്പം ആളുകളുടെ ഉള്ളിലൊക്കെ ഭയങ്കരമായ ഹൈപ്പ്. ഈ കൂലിയുടെ ഇൻ്റർവ്യൂ സമയത്ത് തന്നെ ലോകേഷ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിനിമ LCUവിൻ്റെ ഭാഗമല്ല എന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഓഡിയൻസ് അത് വിശ്വസിക്കാൻ മടിയായിരുന്നു. കാരണം ഈ പറഞ്ഞ പടമായ ലിയോ LCUവിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് ആ സമയത്ത് ലോകേഷ് പറഞ്ഞിരുന്നില്ല. അവിടെ ഒരു LCU കണക്ട് കണ്ടപ്പോഴേക്കും ലോകേഷ് പറയുന്നത് വിശ്വസിക്കേണ്ട എന്നൊരു മനോനിലയിലേക്ക് ഓഡിയൻസ് മാറി. കൂലി LCUവിൻ്റെ ഭാഗമാണെന്ന് ഓഡിയൻസ് അങ്ങ് ഉറപ്പിച്ചു. പല റിപ്പോർട്ട്സും വന്ന് നമ്മൾ ഉൾപ്പെടെ അത് LCUവിൻ്റെ ഭാഗമാണ് എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പല വീഡിയോസും ചെയ്യാനും തുടങ്ങി. നമ്മൾ പല കാര്യങ്ങളും പുറത്തുവിടാനും തുടങ്ങി. പക്ഷേ ഈ സിനിമ രാവിലെ കാണാൻ പോയ പ്രേക്ഷകർക്ക് നിരാശയുടെ പാട്ടുകുഴിയായിരുന്നു ഈ സിനിമ. രജനീകാന്തിന് സാധാരണ പോലൊരു ഇൻട്രഡക്ഷൻ ഇല്ല. കോമാളി കഥാപാത്രങ്ങൾ, കഥ എങ്ങോട്ടൊക്കെയോ പോകുന്നു, 100 ചോദ്യങ്ങൾ, ഒരുപാട് ലൂപ്പ് ഹോൾസ്. രജനിയേക്കാൾ കൂടുതൽ സ്പേസ് സൗബിന് കിട്ടുന്നു, എന്നാൽ അത് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതുമില്ല. ഒരുപാട് ഇല്ലോജിക്കൽ സാധനങ്ങളൊക്കെ കണ്ട് കൂലി ആദ്യത്തെ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ നെഗറ്റീവ് അഭിപ്രായങ്ങളുടെ കുത്തൊഴുക്കായി സോഷ്യൽ മീഡിയ. എന്നാൽ പോലും ആദ്യ ദിനത്തിൽ ഗംഭീരമായ കളക്ഷൻ കിട്ടിയെങ്കിൽ പോലും ഒരുപക്ഷെ സൺ പിക്ചേഴ്സിന് ലാഭമാണ് എന്നാണ് ലോകേഷ് പറയുന്നത്. പക്ഷേ ആളുകളുടെ മനസ്സിൽ കൂലി വാസ് എ ഡിസാസ്റ്റർ. ഫ്ലോപ്പ് എന്ന് പോലും പറയാൻ പറ്റില്ല, ഡിസാസ്റ്റർ. കാരണം നാഗാർജുനയൊക്കെ ചെയ്യേണ്ട റോളൊക്കെ നാഗാർജുനയൊക്കെ കൊണ്ടുവന്ന് കോമഡി കഥാപാത്രമാക്കി മാറ്റി. ഉപേന്ദ്രയെ പിന്നെ പറയണ്ട, ഉപേന്ദ്രയെ ഒരു റൂമിനകത്ത് 30 വർഷം പിടിച്ചിരുത്തി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ബാക്ക് സ്റ്റോറി. ആമിർ ഖാനെ കൊണ്ടുവന്നിട്ട് കോമാളിയുടെ അയ്യര് കളിയാക്കി മാറ്റി ആ കഥാപാത്രത്തെ. അവസാനം എല്ലാവരും കൂടെ ചുറ്റും കൂടി ഇരുന്ന് ബീഡിയും വലിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊരു സിനിമയായിട്ട് കൂലി മാറ്റി എന്നത് വേണം തന്നെ പറയാൻ. കൂലിയും കൂടെ വന്നതിന് ശേഷം അന്ന് 50 കോടി രൂപയാണ് ലോകേഷ് കൂലി സംവിധാനം ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത്.
അവിടെ ഉണ്ടായിരുന്ന ആ ഹൈപ്പ്, അതായത് കരിയറിൻ്റെ ഇവിടെ നിന്ന ലോകേഷ് ഓഗസ്റ്റ് 15 ആയപ്പോഴേക്കും ഈ ഒരു ഒറ്റ ലാൻഡ് സ്ലൈഡ് പോലെ ഇങ്ങനെ താഴെ പോവുമായിരുന്നു. അതായത് ഒറ്റ താഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒരു സിനിമ കൊണ്ട് ഒരു സംവിധായകൻ്റെ ഗ്രാഫ് എത്രമാത്രം താഴെ പോകാൻ പറ്റുമോ അത്രയും താഴെ പോയി ലോകേഷിൻ്റെ ഗ്രാഫ്. ലോകേഷ് സ്കാമാണ്, എവിടെ കൈതി ടു അനൗൺസ്മെൻറ്റ് എവിടെയെന്ന് ചോദിക്കുന്നതിനിടയിലാണ് ഈ സിനിമ കൂലിയും കൂടെ പരാജയപ്പെട്ടതിന് ശേഷം ലോകേഷിനിടെ മറ്റ് പല റൂമറും വരുന്നത്. അതായത് കൈതി 2 ചെയ്യാൻ വേണ്ടിയിട്ട് ലോകേഷ് കൂടുതൽ ശമ്പളം ചോദിച്ചു, അത് പ്രൊഡക്ഷൻ കമ്പനിക്ക് പറ്റുന്നില്ല എന്നുള്ള കഥകളൊക്കെ വരാൻ തുടങ്ങി. ഇനി കാർത്തി ഓപ്പൺ ഡേറ്റ് പറഞ്ഞ് നിൽക്കുകയാണ്. കാർത്തി എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണെന്നുള്ളത് കാർത്തി തന്നെ പറയും. വാവാത്തിയറിൻ്റെ പ്രൊമോഷൻ സമയത്ത് കാർത്തിയോട് ചോദിച്ചപ്പോൾ കാർത്തി പറഞ്ഞത് എനിക്കറിയില്ല, നിങ്ങൾ ലോകേഷിനോട് പോയി ചോദിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ കാർത്തി വില്ലിംഗ് ആണ്, കാർത്തി എപ്പോൾ ചെയ്യാൻ. കാരണം കാർത്തിക്ക് കരിയറിൽ കിട്ടിയ ഏറ്റവും മികച്ച 2 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഒന്ന് സിരുത്തയിലെ രത്നവേൽ പാണ്ഡ്യൻ IPS മറ്റൊന്ന് കൈദിയിലെ ദില്ലി എന്ന കഥാപാത്രമാണ്. അത് ആരും എതിർക്കാൻ വരണ്ട, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പടത്തിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടിയിട്ട് കാർത്തി എന്ത് വേണോ ചെയ്യും. വേണമെങ്കിൽ എല്ലാ പടങ്ങളും റിജക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കാർത്തി കൈതി 2 വേണ്ടി റെഡിയാണ്. പക്ഷേ അപ്പുറത്ത് ലോകേഷ് എന്താണ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. കൈതി 2 സ്ക്രിപ്റ്റ് റെഡിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ലോകേഷ് പൊക്കോണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഭയങ്കരമായ ബാക്ക്ലാഷിങ്, ലോകേഷിനെതിരെ സൈബർ ട്രോളിങ്ങിൻ്റെ അധിക്ഷേപങ്ങളെല്ലാം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായി. ലോകേഷ് ജനങ്ങളെ പറ്റിച്ചു, കൈതിയുടെ പേരിലും LCUവിൻ്റെ പേരിലും ഒരു സ്കാം നടത്തി. ഇത്രയും താരങ്ങളെ വെച്ച് നിർത്തി അവർക്ക് ആർക്കും ഒരു മര്യാദ പോലും കൊടുക്കാതെ ലോകേഷ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഒരു LCU ഉണ്ടാക്കി വെച്ചിട്ട് അതെവിടെ, എന്നിട്ട് സ്റ്റാൻഡ് അലോൺ സിനിമകളെന്നും പറഞ്ഞ് വേറൊരു ഭാഗത്ത് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, കൂലി LCUവിൻ്റെ ഭാഗവും കൂടി അല്ലാത്തത് പല ആളുകൾക്കും നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നത് കൂടി പറയേണ്ടി വരും. അങ്ങനെ ലോകേഷ് കരിയറിൻ്റെ ഏറ്റവും വലിയ ഡൗൺഫോളിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇനി ആരടുത്ത് വെച്ച് സിനിമ ചെയ്യുമെന്ന് അറിയില്ല. അതിനിടയിൽ പവൻ കല്യാണിനെ വെച്ച് ലോകേഷ് അടുത്ത പടം ചെയ്യാമെന്ന് പോലും ഒരു റിപ്പോർട്ടുകൾ വന്നു. അതായത് പവൻ കല്യാണിൻ്റെ സിനിമകൾ ചെയ്യാനുള്ള രീതിയിലേക്ക് ലോകേഷ് മാറി എന്നുള്ളത്. പവൻ കല്യാൺ ബേസിക്കലി ഈസ് എ ഗ്രേറ്റ് ആക്ടർ, അതിനെപ്പറ്റി ഒന്നും തർക്കമില്ല. പക്ഷേ ദേ കോൾ ഹിം ഓജി എന്ന് പറയുന്ന സിനിമയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുഗീത് സംവിധാനം ചെയ്ത ദേ കോൾ ഹിം ഓജി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ പവൻ കല്യാൺ ഒഴിച്ചു നിർത്തി ആ പടം ഗംഭീരമാണ്. അത് പവൻ കല്യാൺ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ സിനിമ ഏതോ ലെവലിൽ പോകേണ്ടിയിരുന്ന പടം. അപ്പോൾ അതെല്ലാം കൂടെ കണ്ടിട്ട് ഇനി പവൻ കല്യാൺ വെച്ചാണോ ലോകേഷ് അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിൽക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ലോകേഷ് തെലുങ്കിലേക്ക് പോകുന്നു. തെലുങ്കിലേക്ക് പോയിട്ട് മൈത്രി മൂവി മേക്കേഴ്സിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്ത് അത് അല്ലു അർജുൻ്റെ 23ാമത്തെ സിനിമയായിട്ട് അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. അതിലും മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് തന്നെയാണ്. പക്ഷേ തെലുങ്കിലേക്ക് പോകണം. അപ്പോൾ അതോടുകൂടി ആയപ്പോഴേക്കും തമിഴ്നാട് ഒട്ടാകെ തന്നെ ലോകേഷിന് ഭയങ്കരമായ എതിർപ്പ്. അതായത് ഇവിടെ ഒരു നിന്നെ വളർത്തി വലുതാക്കിയത് ഞങ്ങളാണ്, നിനക്ക് ഇത്രയധികം സിനിമ തന്നു ഞങ്ങളാണ്, എന്നിട്ട് നിനക്ക് നീ തോന്നും പോലെ തെലുങ്കിലേക്ക് പോകുന്നോടാ എന്ന് പോലും തമിഴ്നാട്ടുകാർ പറയാൻ തുടങ്ങി. പ്രസ് മീറ്റുകളിൽ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ലോകേഷിനെ ടാഗ് ചെയ്ത് മുഖത്ത് നോക്കി പലരും ഇത് പറയാനുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തനിക്ക് അത്രയധികം ക്രിറ്റിസിസം കിട്ടുന്നൊരവസ്ഥയിൽ ലോകേഷ് കൂലിയെ ന്യായീകരിക്കാൻ കൂടെ വന്നപ്പോഴേക്കും വീണ്ടും ലോകേഷിനെ പിടിച്ച് ഏറി കയറ്റി. അങ്ങനെ കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം മാറി നിന്ന് ഒരു തരത്തിലുമുള്ള പബ്ലിക് അപ്പിയറൻസ് പോലും നടത്താതെ ലോകേഷ് നിന്നു. ഒരു സിനിമയുടെ വിജയത്തിന് ശേഷം സാധാരണയായിട്ട് ലോകേഷ് എല്ലായിടത്തും ഇൻ്റർവ്യൂ എടുക്കും. പക്ഷേ കൂലിക്ക് വന്നതിന് ശേഷം ഒരൊറ്റ തവണയാണ്, അത് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഒരു അഭിമുഖം കൊടുത്ത് ആ അഭിമുഖം കൊടുത്തിട്ട് ലോകേഷ് എയർലൈൻ അങ്ങനെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു പ്രസ് മീറ്റ് ലോകേഷ് വിളിക്കുകയാണ്. അതായത് ഞാൻ തെലുങ്കിലേക്ക് പോവുകയാണ്, അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ ഗതികേട് ആ ഒരു പ്രസ് മീറ്റിൽ നിന്ന് വ്യക്തമാണ്. പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ലോകേഷിന് മറുപടിയില്ല. ചിലർ ക്ലാരിറ്റി വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും എറിക്കുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ട് ലോകേഷ് സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തമിഴ് ഓഡിയൻസിനൊക്കെ ചീറ്റ് ചെയ്ത ഒരു മുഖമാണ് ഇപ്പോൾ ലോകേഷിനുള്ളത്. കുറേ പടങ്ങൾ അനൗൺസ് ചെയ്തിട്ട് ഇങ്ങും എത്തിയില്ല. LCU തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. വിജയ് ഇതാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇനി എങ്ങനെ നിങ്ങൾ LCUവിൽ വിജയ് ഇല്ലാണ്ട് കണക്ട് ചെയ്യാൻ പോകണം? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും അൺആൻസേർഡ് ആയിട്ട് നിൽക്കുകയാണ് ലോകേഷിൻ്റെ കരിയറിൽ. തമിഴ് സിനിമാ മേഖല റൂൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഈ ഡൗൺഫോൾ എന്ന് പറയുന്നത് ഇതാണ് ഗ്രാഫ്. ഇങ്ങനെയൊന്നും ഇല്ല, ഒറ്റപ്പോക്ക് ഒറ്റ വര. അതാണ് ലോകേഷിൻ്റെ ഗ്രാഫ്. ഇനി ആ ഗ്രാഫ് വീണ്ടും കുത്തനെ പൊക്കണമെങ്കിൽ അല്ലു അർജുൻ പടമായാലേ പറ്റൂ. ഇനി ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇമാജിൻ അല്ലു അർജുൻ്റെ പടം ഫ്ലോപ്പായാലുണ്ടല്ലോ ലോകേഷ് നാട് വിടേണ്ട അവസ്ഥയിലേക്ക് വരും. കൂലിയുടെ ഗതിയാണ് അല്ലു അർജുൻ്റെ പടത്തിന് വരാൻ പോകുന്നതെങ്കിൽ ലോകേഷിന് ഒരു ഓഡിയൻസിനോട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നല്ല ഹോംവർക്ക് ചെയ്ത് പണിക്കിറങ്ങാൻ നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അത്രയും മെൻ്റൽ പ്രഷറിൽ നിന്ന് ലോകേഷ് അതെല്ലാം മാറ്റി ക്ലിയർ കട്ടായിട്ട് നിന്നുകൊണ്ട് മൈത്രിയുടെ കൈ കൊടുത്ത് അല്ലു അർജുന് വേണ്ടിയിട്ട് ഇപ്പോൾ സിനിമ ചെയ്യാൻ പോകും. വളരെയധികം കാത്തിരിക്കുകയാണ് ലോകേഷിൻ്റെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട്, LCUവിൻ്റെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട്, കൈതി 2 വേണ്ടിയിട്ട്, ഇരുമ്പ് കൈ മായാവിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പ്രോജക്ട്സ്, യൂണിവേഴ്സ് ബിൽഡിംഗ് ഒക്കെ ഒരു ഭാഗത്ത് നിന്ന് നടക്കുമ്പോഴേക്കും ലോകേഷ് കനകരാജ് എന്ന സംവിധായകനെ ആവശ്യമാണ്. ഇത് നെസസറി ടു തമിഴ് സിനിമ പീപ്പിൾ ആൻഡ് ഓഡിയൻസ്. അതുകൊണ്ട് ഈ പടത്തിന് ശേഷം എങ്കിലും
എത്രയോ പടങ്ങൾക്ക് അവസാനം പറഞ്ഞുകൊണ്ടിരുന്ന കൈദി 2 ഈ പടമെങ്കിലും കഴിഞ്ഞ് ഓണാകുമെന്ന് വിശ്വാസത്തോടു കൂടി വൈറൽ ചായയുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.